കണ്ണടിച്ച് സ്വപ്നം കാണാൻ കൂടി എന്തൊരു സുഖാന്നറിയൂടി. ഇന്നാരാ? സൂര്യയാണോ രൺബീറാണോ? ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? ഇത് നമ്മുടെ അശ്വിന്. യുനോ, ബാക്കിയുള്ള പയ്യന്മാരുടെ അടുത്ത് 1 ഇഞ്ച് എക്സ്ട്രാ ചിരിച്ചു കാണിച്ചാ മതി, പിന്നെ അവന്റെ കൈ നമ്മുടെ മേലായിരിക്കും. ബട്ട് അശ്വിൻ ഈസ് ഡിഫറെന്റ് ആൻഡ് ഹി ഈസ് ഹാർട്ട്. ഹി ഈസ് മൈ ഡാർലിംഗ്. ഹായ് അശ്വിൻ, അകത്തേക്ക് വാ. ഈ കോലത്തിൽ ഇരിക്കുമ്പോഴാണ് അവൻ വരാൻ കണ്ടത്. എന്താണ് നീ കാണിച്ചേ? കുട്ടിച്ചാത്ത, കണ്ണിൽ കുത്തു നോക്കിക്കോ. ചെസ് കളിക്കാൻ വന്നതല്ലേ സാറോ? വെളച്ചിലെടുക്കാതെ സ്റ്റേപ്ലർ ഉണ്ടോ, സൂചിയുണ്ടോ, കാതിനകത്തിടുന്ന പഞ്ഞിയുണ്ടോ എന്ന് ചോദിച്ചു ഓരോ ദിവസം വരുന്നുണ്ടല്ലോ. തൊലി എടുക്കുന്നേ, പോയിക്കോടുന്ന്. നിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കും. എന്താ പണിയാ നീ കാണിച്ചേ? ഫേസ്ബുക്ക് ഞാൻ പിന്നെ ഇടണ്ടേ? ഹേ അശ്വിൻ, നിന്നെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഈ സാരോ, നീ ഇനിയും പോയില്ലേ? കണ്ട് തൊലക്ക്. ഇതിലല്ലേ നീ വന്നേ? അയ്യോ, ഷേം ഷേം. മറക്കാതെ അങ്കിളെ. ഇത് കാണാനൊന്നല്ല ഞാൻ വന്നത്. ഏയ് രേണു, എന്താ ഇവിടെ ശരിക്കും പരിപാടി? സൺഡേ ഫ്രീ ഷോ ആണല്ലേ? സാറോ, once more I missed it. അടിച്ചു നിന്നെ. എടാ കുട്ടിച്ചാത്ത, ഇവനെ ഇത് റോങ്ങാണ്, ഞാനിത് സമ്മതിക്കില്ല. ചെല്ല് ചെല്ല്. നാണം കെടുത്തില്ലൂടി. അശ്വിനാണെന്ന് പറഞ്ഞുവിടായിരുന്നു നിനക്ക്? പറഞ്ഞല്ലോ. രേണു, വൺ സെക്. അശ്വിൻ, പെട്ടെന്നൊരു പെണ്ണ് വന്ന് നിന്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞ നീ എന്തു പറയും? പെണ്ണുങ്ങളുടെ കാലിന് മാത്രമേ ചെരുപ്പുണ്ടാവുള്ളൂ. മരമണ്ടൻ, പോ അവിടുന്ന്. ട്യൂബ് ലൈറ്റ്, ബൾബ്. ഒരു പക്ഷേ നീ മറ്റവനാണല്ലേ? നിന്റെ പല്ല് ഞാൻ താഴെ ഇടും കേട്ടോ. ബൈ ബൈ. എനിക്ക് തനിച്ച് ബോറടിക്കും. നിനക്ക് വേണമെങ്കിൽ കമ്പനിക്ക് ഞാൻ ആ കുട്ടിച്ചാത്തന അയക്കട്ടെ? അയ്യോ, ഓക്കെ ഓക്കെ ഓക്കെ, ഓടിക്കോ. എന്താടോ ഗോവിന്ദ, മൂർത്തി മനോഹരനും എന്താ ഒത്തുപോകാത്തെ? ഒന്നിച്ചു പോകാൻ പറ. തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ അവന് പദവി ഉറപ്പാന്ന് നീ അവനോട് പറ. നിങ്ങൾ ഹോട്ടലിൽ വന്ന് കണ്ടാ മതി. നിങ്ങൾ ജനാഞ്ജലി പത്രത്തിന്റെ 9:30 വരാൻ പറഞ്ഞു. പേര് അശ്വിൻ അതെ. എന്താ ചെയ്യാ? ഇതൊക്കെ മുൻപ് എന്ന് പറയാൻ പാടില്ലേ? ഒരു കാര്യം ചെയ്യും, വരൂ, കാറിൽ നിന്ന് സംസാരിക്കാം. ഓക്കെ സാർ. സർ, അടുത്ത ഇലക്ഷൻ അതല്ല ഇരിക്കട്ടെ. എന്താ നീ എഴുതിയിരിക്കുന്നത്? നിന്റെ തോന്നിവാസാണ് എഴുതി വെക്കുന്നത്. അരിച്ചാക്കിരിക്കുന്നിടത്ത് 4-5 എലി വരാതിരിക്കില്ല. അതിനെ ഞാൻ നശിപ്പിച്ചില്ലേ? പത്രക്കാരൊന്നും കോഴ വാങ്ങാറില്ലേ? ഏതോ ഒരുത്തൻ ആവേശം കൊണ്ട് ചിലപ്പോ അടിച്ചതായിരിക്കാം. എന്തോ എന്റെ പാർട്ടി നാളെ വിട്ട് അടുപ്പിച്ച പോലെ എഴുതിയാൽ ഞങ്ങൾക്ക് വേറെ ജോലിയില്ലേ? ഞങ്ങൾക്ക് എതിർകക്ഷിയില്ല. ഞങ്ങളാ ജയിക്കാൻ പോകുന്നത്. ഞങ്ങൾ എന്തിനാണ് ആളെ വിട്ട് അടിക്കാൻ പോകുന്നത്? ഇഷ്ടം പോലെ എഴുതാ. കൊച്ചേ, ആരാ അടി വാങ്ങിയത്? നിരഞ്ജന. വസന്തൻ. എന്താ കൊച്ചേ, അവനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ ഒരുപാട് പുകഴ്ത്തി എഴുതിയിരിക്കുന്നു. കാറും കീറുമില്ല, നടന്നാ വരുന്ന ജനങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. എന്തോന്നാ? തെളിവായ ചിന്തകൾ നാടിനെ തന്നെ മാറ്റാൻ പോകുന്നു. അവനെ കേരളത്തിൽ ആർക്കറിയാം? നടന്നു വരുന്നു, നടന്നു വരുന്നു, നടന്നു വരുന്നു. അവൻ നടന്നു വരുന്നു എന്നല്ലേ എഴുതിയിരിക്കുന്നേ. ഞാൻ നടന്ന എന്താന്ന് കാണണോ? ഞാനിപ്പോ കാണിച്ചു തരാം. വണ്ടി നിർത്തണം. എല്ലാവരോടും വരാൻ പറ. ഞാൻ നടക്കണമെന്ന് കണ്ടില്ലേ ജനങ്ങൾ കൂടുന്നേ? നിന്റെ വസന്തനെ കണ്ട ഇത്രയും പേര് കൂടുവോ? എന്താ കൊച്ചേ, എല്ലാം സൗജന്യമായി കൊടുത്താൽ ജനങ്ങൾ മടിയന്മാരാവുമെന്ന് എഴുതിയല്ലോ. ഇവരൊക്കെ വേഗം എങ്ങോട്ടാ പോകുന്നെന്ന് അറിയുമോ? കിടന്നുറങ്ങാൻ പോവാണെന്നാൽ അല്ല, കഷ്ടപ്പെട്ട് സമ്പാദിക്കുക. നിങ്ങൾക്കും സൗജന്യ പരസ്യങ്ങളുണ്ടല്ലോ. സോപ്പ്, ബിസ്ക്കറ്റ്, തേങ്ങ, കൊലയെന്ന്.
സാറേ ഞങ്ങളുടെ എന്തായി കാണിക്കുന്നത്? അയ്യോ ഇത് കണ്ടോ, ഇതാണ് സ്നേഹം. എന്റെ സ്വന്തം അമ്മാവനൊന്നുമല്ല ഇത്. യഥാർത്ഥ സ്നേഹം. ഇത് വിളിച്ചു വരുത്തിയതല്ല, തന്നെ വന്നതാണ്. അല്ലേ അമ്മാവ? ആംബുലൻസ് വെയിറ്റ് ചെയ്യുന്നു സാർ. ട്രാഫിക് ജാമായി പ്രശ്നമായാല് അതൊരു ഇഷ്യൂ ആക്കി ബാക്കി പേപ്പറുകളെല്ലാം കൊട്ടിഘോഷിക്കും സാർ. വരൂ സാർ, വന്ന് കാറി കയറണം. ഇപ്പൊ തന്നെ നക്സൽസും തീവ്രവാദികളെല്ലാം സാറിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആരൊക്കെ എവിടുന്ന് ബോംബറിയും ഷൂട്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. നമസ്കാരം. ഇലക്ഷന്റെ ടൈമുമാണ്. നീ കണ്ടില്ലേ? ദയവായി കാറിലേക്ക് കയറും. വാ പോകാം. പിന്നെ അശ്വിൻ, സാർ ഫോട്ടോസ് എല്ലാം നന്നായിട്ടുണ്ടല്ലേ? സാർ നല്ല അലർട്ടാണല്ലോ. അത്രയും തിരക്കിൽ പോലും ക്യാമറയില് ഫേസ് നന്നായി വരുന്ന പോലെ നടന്നു അല്ലേ? എപ്പ മുഖം കാണിക്കണം, എപ്പ പുറകു കാണിക്കണം നന്നായിട്ട് അറിയാം എനിക്ക്. അല്ല കൊച്ചേ, എന്റെ മാറ്ററൊക്കെ 4 കോളത്തിൽ വരുവോ? സാർ ഫ്രണ്ട് പേജ് സാർ. 8 കോളത്തിലും സാറിന്റെ പാദയാത്ര മാത്രമേ ഉണ്ടാവൂ. ഹേമ, ആ ഭസ്മം ഇങ്ങെടുക്ക്. മന്ത്രി വന്നു. സാറേ, 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് എപ്പോഴാണ് പുറത്തുവിടുക? ഒന്ന് പറയൂ. തീയതി 30-ാം തീയതിയാ. 30-ാം തീയതി. സാറേ, സാറിന്റെ പിയെയും സാറിനെയും കുറിച്ച് എന്തൊക്കെയോ പറയുന്നു. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ സാറേ? പറയണം സാറേ. ആരാധി എതിർകക്ഷിയുടെ ആളാ? ഇവളെ കുറിച്ച്. ഇവളെന്റെ മോളെ പോലെ. ഓ, സാറിന്റെ മകളാണോ സാറേ? അപ്പോ ഈ മോളുടെ അമ്മയാരാ? എന്ത് തോന്നിയോ സാർ നീ പറയൂ. അടിക്കില്ല സാറേ. അയ്യോ അയ്യോ അടിക്കല്ലേ. അയ്യോ അയ്യോ വേണ്ട സാറേ. ഞാൻ പോയെന്നോ പറഞ്ഞ അടിക്കില്ല. എന്താ പറഞ്ഞത്? വേണ്ട സാറേ. എന്താ പറഞ്ഞത്? ഇനി പറയൂ നീ. ഇനി പറയൂ. ഇനി ഞാനൊന്നും ചോദിക്കില്ല സാറേ. ഇന്ന് 2 ലക്ഷം കോപ്പിയാണ് കൂടുതലായിട്ട് പോയത്. സർക്കുലേഷനിൽ ഇപ്പോ നമ്മളാണ് ഒന്നാമതായിട്ട് നിൽക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മൾ നമ്പർ 1 ആവുന്നു. താങ്ക് യു സർ. എതിർകക്ഷിയോട് എത്രയാ വാങ്ങിയേ? എതിർകക്ഷിയില്ലെന്ന് സാറ് തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ ചെരുപ്പ് കൊണ്ട് അടിച്ചാണല്ലോ ഇട്ടേക്കുന്നത്. അവൻ എന്താ ചോദിച്ചെന്നറിയുവോ? അയ്യോ സാറേ, അതറിയാൻ വേണ്ടിയാ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പറയണം സാർ, നാളെ ഞങ്ങൾ അതും വിശദീകരിച്ച് എഴുതാം. നിങ്ങളൊന്നും ശരിയാവില്ലടോ. അല്ല, ആ ഫോട്ടോ എടുത്ത പയ്യനുണ്ടോ? കൊടുക്കാവന്റെ. സാർ, നീ ഫ്രണ്ട് പേജിൽ ഇടുമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അതല്ല സാർ, പത്രപ്രവർത്തകർക്ക് മുഖവും നോക്കണം മുതുകും നോക്കണം സാർ. നല്ലതാനിയ, മുതുക് കണ്ടല്ലോ അല്ലേ? നീ ഇതുവരെ കാണാത്ത ഒരു മുഖമുണ്ട്, അതും കാണിക്കാം.